വീണ ജോർജിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ യൂത്ത് കോൺഗ്രസിന്റെ പരിഹാസ വീഡിയോ പോസ്റ്റ്. പണി പൂർത്തിയാകാത്ത പദ്ധതികൾ ഉദ്ഘാടനം നടത്തുന്നുവെന്നാരോപിച്ചാണ് വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി നഹാസ് പത്തനംതിട്ടയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. മാത്രം ഇന്നലെ തേച്ചെടുത്ത് ഇന്നലെ വൈറ്റ് വാഷ് അടിച്ചു. ബാക്കി വശത്തൊന്നുമില്ല, കണ്ടോ? നോക്ക്, ഇത് നോക്കിക്കേ, ടേപ്പ് പോലും കഴിഞ്ഞിട്ടില്ല. ഫ്രണ്ട് വൈറ്റ് വാഷ് അടിച്ചു. ജനങ്ങൾ കാണുന്ന സ്ഥലത്ത് വൈറ്റ് വാഷ് കാണിച്ചു വെച്ചിരിക്കുന്നത്. വിഷ്ണു കൂടുതൽ വിവരങ്ങളുമായി. വിഷ്ണു, എന്താണ് ഈ വീഡിയോയുടെ ഉള്ളടക്കം? പത്തനംതിട്ട ജില്ലയിൽ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് പലതരത്തിലുള്ള പ്രതിഷേധമാണ് മന്ത്രി വീണ ജോർജിന് നേരെ ഉണ്ടാകുന്നത്. കരിങ്കോടി കാട്ടിയും അതുപോലെ വീടിന് നേരെ പ്രതിഷേധമൊക്കെ നടത്തി യൂത്ത് കോൺഗ്രസ് സജ്ജമായി തന്നെ മന്ത്രിക്കെതിരെ പ്രതിഷേധം ഉന്നയിക്കുമ്പോൾ സാമൂഹ്യ മാധ്യമം വഴിയും യൂത്ത് കോൺഗ്രസ് മന്ത്രിക്കെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് അഴിച്ചുവിടുന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി നഹാസ് പത്തനംതിട്ടയുടെ നേതൃത്വത്തിൽ നിന്നുള്ള ഒരു വീഡിയോ പോസ്റ്റാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഇടം പിടിച്ചിരിക്കുന്നത്. ഉദ്ഘാടനം, ഈ പണി പൂർത്തിയാക്കാത്ത സ്ഥലത്ത് മന്ത്രി ഉദ്ഘാടനം നടത്തുവാനുള്ള പദ്ധതികളിടുന്നു. ആ നടപടി ഏറ്റവും അപലപനീയമാണ്. അതിനെതിരെ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ശക്തമായുള്ള പ്രതിഷേധമുണ്ടാകും എന്ന തരത്തിലാണ് യൂത്ത് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നത്. ഇതിനൊക്കെ മുന്നറിയിപ്പുമായിട്ടാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി നഹാസ് പത്തനംതിട്ടയുടെയും അതുപോലുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരുടെയും നേതൃത്വത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പലതരത്തിലുള്ള വീഡിയോകൾ പുറത്തു വന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും പണി ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പണി, പല കെട്ടിടങ്ങളുടെയും പണികൾ ബന്ധപ്പെടുത്തിയാണ് വീഡിയോ വെളിയിൽ വന്നിരിക്കുന്നത്. ഈ യാതൊരു വിധത്തിലും പണികളൊന്നും പൂർത്തീകരിക്കാത്ത സ്ഥലങ്ങളിൽ മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനത്തിന് വേണ്ടി ധൃതി പിടിക്കുന്നുവെന്നാണ് യൂത്ത് കോൺഗ്രസ് ആ വീഡിയോയിലൂടെ ആരോപിക്കുന്നത്. ഇന്നലെയൊക്കെ പ്രത്യേകിച്ചും താലൂക്ക് ആശുപത്രികളിലൊക്കെ എളുപ്പം പണികൾ, ഇലക്ഷന് മുൻപ് എളുപ്പം പണി നടത്തി ഉദ്ഘാടനം ചെയ്യാനുള്ള നടപടി മന്ത്രി വീണ ജോർജ് നടത്തുന്നു. ഇന്നലെ പത്തനംതിട്ട ജില്ലയിലെ നഗരസഭാ ജനപ്രതിനിധികൾ ഇതും പ്രകാരമാണ് ഇന്നലെ വിളിച്ച സംഘാടക സമിതി മീറ്റിംഗിൽ നിന്ന് ഇറങ്ങിപ്പോയത്. കാരണം പണികൾ നടക്കാത്ത പ്രത്യേകിച്ചും സ്റ്റേഡിയം, അതുപോലെ തന്നെ താലൂക്ക് ആശുപത്രി, ഇവിടങ്ങളിലൊക്കെ മന്ത്രി ഇനിഷ്യേറ്റീവ് എടുത്ത് എത്രയും പെട്ടെന്ന് ഇലക്ഷന് മുൻപ് മന്ത്രിയുടെ പേര് വരാൻ വേണ്ടി ഉദ്ഘാടനം നടത്തുവാൻ ധൃതി പിടിക്കുന്നു എന്ന തരത്തിലാണ് കോൺഗ്രസും യൂത്ത് കോൺഗ്രസൊക്കെ ആക്ഷേപം ഉന്നയിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് നഹാസ് പത്തനംതിട്ടയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇതുപോലെയുള്ള പോസ്റ്റുകൾ വൈറലാകുന്നത്. വിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്.